നേരത്തെ റിനി പറയുന്നത് ഞാൻ കേട്ടു. പ്രതിപക്ഷ നേതാവുമായിട്ട് ഏറെ സൗഹൃദവും രാഷ്ട്രീയമായ അടുപ്പമുള്ളയാളാണ് റിനി. ആ പ്രതിപക്ഷ നേതാവിനോട് പോലും ഈ കാര്യം പറഞ്ഞപ്പോൾ എന്തായിരുന്നു പ്രതികരണം? താങ്കൾക്ക് നീതി ലഭിച്ചില്ല എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രതിപക്ഷ നേതാവ് വിഷയം കേട്ടു, പക്ഷേ പ്രതിപക്ഷ നേതാവിന് പോലും ഇടപെടാൻ പറ്റാത്തൊരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നോ റിനി? എനിക്ക് നീതി ലഭിച്ചില്ല എന്നുള്ളതല്ല എന്റെ വിഷയം. എനിക്ക് നീതി വേണമെന്നൊന്നും എനിക്കില്ല. ഞാൻ പറയുന്നത് ഈ വ്യക്തി കാരണം അനുഭവിച്ച പെൺകുട്ടികൾക്ക് അതിതീവ്രമായ വേദനകൾ അനുഭവിച്ച പെൺകുട്ടികൾക്ക് നീതി വേണം എന്നുള്ളതാണ് എന്റെ പോയിന്റ്. പരാതികളൊക്കെ ഉണ്ട്, ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിരുന്നു. ഞാൻ പല ഫോറങ്ങളിലും ഇതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചിട്ടുണ്ട്. ഇന്ന വ്യക്തി എന്നൊന്നും പറയുന്നില്ല, പലരോടും സംസാരിച്ചിട്ടുണ്ട്. ഉത്തരവാദിത്തപ്പെട്ട നേതാക്കളോട് സംസാരിച്ചു. അപ്പോൾ അവരുടെ പ്രതികരണം എന്തായിരുന്നു റിനി? ഈ നേതാവിന്റെ അതേ പ്രതികരണം തന്നെയായിരുന്നു ബാക്കി നേതാക്കൾക്കും? ഹൂ കെയേഴ്സ് എന്നായിരുന്നു? അങ്ങനെയല്ല, സംസാരത്തിൽ ആ പ്രശ്നങ്ങളില്ല, പക്ഷെ ആറ്റിറ്റ്യൂഡ്, മനസ്സിലുള്ള ആറ്റിറ്റ്യൂഡ് ഹൂ കെയേഴ്സ് ആണ്. സ്ത്രീകളുടെ പ്രശ്നങ്ങളോട് ഉള്ള ആറ്റിറ്റ്യൂഡ് അതാണ്. റിനി, ഇത് തുടർച്ചയായി താങ്കൾ പല ഫോറങ്ങളിലും പറഞ്ഞു, എന്നിട്ടും ഉണ്ടായില്ല. ഇത് സംഘടനയിലെ മറ്റ് പെൺകുട്ടികൾ റിനിയോട് നേരിട്ട് സൂചിപ്പിക്കുകയോ സുഹൃത്തുക്കൾക്ക് വഴി റിനിക്ക് നേരിട്ട് അറിയാമോ ഇതേപോലെ മറ്റു പെൺകുട്ടികളെയും ഇയാൾ ഇതേപോലെ ഉപദ്രവിക്കുകയും ഉപയോഗപ്പെടുത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് എന്ന് താങ്കൾ കരുതുന്നുണ്ടോ റിനി? സുഹൃത്തുക്കൾ വഴി എനിക്ക് അങ്ങനത്തെ ഇൻഫോർമേഷൻസ്, വളരെ വാലിഡ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് കിട്ടിയിട്ടുണ്ട്. എനിക്ക് നേരിട്ട് അങ്ങനെ ഇൻഫർമേഷൻ കിട്ടിയിട്ടില്ല. പക്ഷെ എന്തായാലും എനിക്ക് നേരിട്ട് അറിയാമല്ലോ, അശ്ലീല സന്ദേശം അയക്കുന്ന വ്യക്തിയാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പൊ പിന്നെ എന്റെ ഭാഗത്ത് തെറ്റില്ലല്ലോ. പിന്നെ കുറെ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അതൊരു സ്ത്രീയുടെ മാന്യതയിലേക്കുന്ന കാര്യമാണ്. പക്ഷേ ഇത് റിനി നേരത്തെ പറഞ്ഞതുകൊണ്ടാണ് എനിക്ക് ചോദിക്കേണ്ടി വരുന്നത്. അങ്ങനെ ഹോട്ടൽ മുറിയിലേക്ക് റിനിയെ പോലെ ഒരു പെൺകുട്ടിയെ വിളിക്കുമ്പോൾ ഇയാൾ കരുതുന്നത് എന്താണെന്നാണ് എനിക്കിനി മനസ്സിലാവാത്തത്. അതിന് ആ സമയത്ത് റിനിയുടെ മറുപടി എന്തായിരുന്നു? ആ മറുപടി കേട്ടപ്പോൾ അയാളുടെ പ്രതികരണം എന്തായിരുന്നു? അയാൾക്ക് മനസ്സിലായില്ലേ റിനിക്ക് അതിനോട് താല്പര്യമില്ല, അത്തരം താല്പര്യമുള്ള ആളല്ല റിനി എന്ന് അയാൾക്ക് ബോധ്യപ്പെട്ടിട്ടും അയാൾ അതിൽ നിന്ന് പിൻവാങ്ങിയില്ലേ? ഞാൻ ആദ്യം തീവ്രമായിട്ട് തന്നെ പ്രതികരിച്ചു. അറിയാലോ, ഞാൻ ഇത്രയും ബോൾഡായിട്ട് നിങ്ങളോടൊക്കെ സംസാരിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയോട് ഞാൻ എങ്ങനെയായിരിക്കും പ്രതികരിച്ചിട്ടുണ്ടാവുക എന്നുള്ളത് അറിയാം. ഞാൻ വളരെ തീവ്രമായിട്ട് തന്നെ പ്രതികരിച്ചിട്ടുണ്ട്. ആ വ്യക്തിക്ക് അത് അറിയുകയും ചെയ്യാം. ആ സമയത്ത് നല്ല ചാരുത, സംസാരിക്കാനുള്ള ചാരുത വെച്ച് അതെങ്ങനെയെങ്കിലും ഇത് ചെയ്യും. പക്ഷെ പിന്നീട് ഞാൻ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതിനു ശേഷവും വളരെ കണ്ണിങ് ആയിട്ട് പിന്നെയും അതിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഈ അയാളുടെ ഒരു രീതി എങ്ങനെയാണ്? വാട്സപ്പ് ആണോ, മെസ്സഞ്ചർ ആണോ, മറ്റേതെങ്കിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളാണോ? ടെലഗ്രാം ആണ് കൂടുതലും, സീക്രട്ട് മെസ്സേജിങ് അങ്ങനെയൊക്കെ ഉള്ളതാണ്. അതായത് ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്ത, ഇയാൾ ജനപ്രതിനിധിയായി സ്ഥാനാർത്ഥിയാകുന്നു എന്നറിഞ്ഞ സമയത്ത്, അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയാകുന്നു എന്നറിയുന്ന സമയത്ത് റിനി വീണ്ടും നേതാക്കളെ ഈ കാര്യം അലേർട്ട് ചെയ്തില്ലേ? സൂക്ഷിക്കണം, ഇങ്ങനെയൊക്കെ ചില പരാതികൾ വരുന്നുണ്ട് എന്നുള്ള വിവരം. ഞാൻ എല്ലാ ഘട്ടത്തിലും ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ആ വ്യക്തിയോട് തന്നെ ഞാൻ ഉപദേശിച്ചിട്ടുണ്ട്. ആ വ്യക്തിയെ തന്നെ ഞാൻ വഴക്ക് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. പല ഫോറങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. എല്ലാം എനിക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. എന്നിട്ടും ഒരു നടപടിയും ഉണ്ടാകുന്നില്ല എന്നുള്ളതും, പിന്നീടും അത്തരത്തിൽ സ്ത്രീകൾ ഇത് അനുഭവിക്കുന്നു എന്നുള്ളതുകൊണ്ട് ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ എനിക്കത് ഉൾക്കൊള്ളാനാകുന്നില്ല. അതാണ് കാര്യം. ഒരു സ്ട്രെയിറ്റ് ചോദിക്കട്ടെ, അയാൾ ഇപ്പോൾ വഹിക്കുന്ന MLA സ്ഥാനം, എനിക്കൊന്നും അത് നമുക്ക് ക്ലാരിറ്റിയോട് കൂടി തന്നെ പറയാം. കാര്യം ഒരുപാട് ജനപ്രതിനിധികളുണ്ട്, ഭരണപക്ഷത്തും പ്രതിപക്ഷത്തും ഉള്ളവരുണ്ട്. താങ്കൾ പേര് പറഞ്ഞില്ലെങ്കിൽ പോലും ആ MLA സ്ഥാനം അയാൾ അർഹിക്കുന്നുണ്ടോ റിനി? അയാൾ ഒരു രാഷ്ട്രീയ നേതാവാകാൻ പോലും, രാഷ്ട്രീയത്തിൽ നിൽക്കാൻ പോലും അയാൾക്ക് അർഹതയില്ല. ജനപ്രതിനിധിയായിട്ടല്ല, ഒരു രാഷ്ട്രീയ നേതാവായിട്ട് പോലും നിൽക്കാനുള്ള യോഗ്യത അയാൾക്കില്ല. ഇല്ല, അർഹതയില്ല. ഇത് റിനിയുടെ മാത്രമാണോ? റിനിയോട് പറയുന്ന സുഹൃത്തുക്കളും ഇത് തന്നെയാണോ പറയാറുള്ളത്? ഈ ഇരയാക്കപ്പെട്ട പെൺകുട്ടികൾ, അവർ ഇനി ഒരുപക്ഷെ നാളുകളിൽ കൂടുതൽ ആളുകൾ രംഗത്ത് വന്നേക്കാം. റിനി പറയുന്നതിൽ പ്രചോദനം ഉൾക്കൊണ്ട ആളുകൾ പുറത്തു വന്നേക്കാം. അവരൊക്കെ പരോക്ഷമായി റിനിയോട് സൂചിപ്പിച്ചിരിക്കുന്നതും സുഹൃത്തുക്കൾ വഴി സൂചിപ്പിച്ചിരിക്കുന്നതും ഇതേ കാര്യം തന്നെയാണോ? ഇയാൾ കപടമുഖമുള്ള ഒരാളാണ്, പൊയ്മുഖമുള്ള ഒരാളാണ്, അയാളൊരു
വ്യാജ നേതാവാണ് എന്നാണോ റിനി മനസ്സിലാക്കേണ്ടത്? പൊയ്മുഖമുള്ള വ്യക്തിയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇപ്പോൾ പല നേതാക്കന്മാരും റീൽസിലൂടെയാണ് അവരുടെ രാഷ്ട്രീയ പ്രവർത്തനം, അല്ലെങ്കിൽ അവർ റീൽസിലൂടെ ഒരു ഇമേജ് സൃഷ്ടിച്ചെടുക്കുകയാണ് ആളുകളുടെ ഇടയിലേക്ക്, കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ വയ്ക്കുന്നു, അങ്ങനെയൊക്കെ. പക്ഷെ യഥാർത്ഥത്തിൽ ഇതൊന്നുമല്ല, വേറൊരു മുഖമാണ് എന്നുള്ളതാണ്. ഇത് പലരും എന്നോട് പറഞ്ഞു, പലരിൽ നിന്ന് ഞാൻ അഭിപ്രായങ്ങൾ കേട്ടു എന്നുള്ളത് ഒരു സത്യം തന്നെയാണ്. പക്ഷെ എനിക്ക് വളരെ വ്യക്തിപരമായിട്ട് വളരെ കൃത്യമായിട്ട് അറിയാം, അയാൾ ഒരു സ്ഥാനം എന്നുള്ളതല്ല, രാഷ്ട്രീയ പ്രവർത്തകനാകാൻ പോലും ഡിസേർവ് ചെയ്യാത്തൊരു വ്യക്തിയാണെന്നുള്ളത്. റീൽ ഉണ്ടാക്കുന്നയാൾ, വ്യാജ മുഖമുള്ള അല്ലെങ്കിൽ വ്യാജ നേതാവായ ഒരാൾ, സ്ത്രീകളെ ഇതേപോലെ അവരുടെ മാന്യതയ്ക്ക് നിരക്കാത്ത വിധത്തിൽ അശ്ലീല സന്ദേശങ്ങൾ അയക്കുന്നയാൾ, അവരെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഞാൻ സ്ട്രെയിറ്റായി വീണ്ടും ചോദിക്കുന്നത്, അത് രാഹുൽ മാങ്കൂട്ടത്തിലല്ല എന്ന് കരുതുന്നുണ്ടോ എന്നുള്ളതാണ്. കാരണം ഇത് ഏതെങ്കിലും ഒരു നേതാവ്, ഇപ്പോൾ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ച കാണുന്ന ആളുകളൊക്കെ സംശയിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലാണ് എന്നാണ്. പക്ഷെ ഞാനിപ്പോഴും കരുതുന്നില്ല അത് രാഹുൽ മാങ്കൂട്ടത്തിലല്ല എന്ന്, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിലാണോ എന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് തന്നെ റിനിയോട് ഞാൻ സ്ട്രെയിറ്റായി ചോദിക്കുന്നത്, രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ആണോ ഇത്? കാരണം ഈ പുകമറയിൽ നിർത്തിക്കഴിഞ്ഞാൽ ഒരുപാട് യുവ നേതാക്കളുണ്ട്, MLA മാരുണ്ട്. ആ നേതാവിന്റെ പേര് തുറന്നു പറഞ്ഞാൽ എന്താണതിൽ കുഴപ്പം റിനി? അത് രാഹുൽ മാങ്കൂട്ടത്തിലാണെങ്കിൽ മാത്രം, അല്ലെങ്കിൽ അത് നിഷേധിക്കണം എന്നുള്ളതാണ്. കാരണം അതല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അതല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനും അതൊരു ബുദ്ധിമുട്ടുണ്ടാക്കുമല്ലോ. അല്ല, ഞാനത് നേരത്തെ പറഞ്ഞു. ആ പ്രസ്ഥാനത്തിലെ പല നേതാക്കന്മാരുമായും വളരെ അടുത്ത സൗഹൃദമുള്ളത് കൊണ്ട് തന്നെ ഞാൻ അതിനെക്കുറിച്ച് ഇപ്പോൾ പറയാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. അത് നമ്മൾ വരും സമയങ്ങളിൽ എന്താണെന്ന് വെച്ചാൽ അത് ആലോചിച്ച് തീരുമാനിക്കും. ഇത്തരത്തിൽ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലാണോ എന്ന ചോദ്യം താങ്കൾ നിഷേധിക്കുന്നില്ല? അല്ല, ഞാൻ അതിനെക്കുറിച്ച് ആരാണോ എന്താണോ എന്നുള്ളതിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല. ഹൂ കെയേഴ്സ് ആറ്റിറ്റ്യൂഡാണ്. അതാണ് ഹൂ കെയേഴ്സ് ആറ്റിറ്റ്യൂഡുള്ള ജനപ്രതിനിധിയായ യുവജന സംഘടനാ നേതാവ്, അടുത്ത കാലത്ത് ഉപതെരഞ്ഞെടുപ്പിൽ ജയിച്ചു വന്ന നേതാവ്, താങ്കളുടെ വാക്കുകൾ കടമെടുത്തു പറഞ്ഞാൽ റീൽസിലൂടെ കെട്ടിപ്പിടിച്ച് പൊയ്മുഖങ്ങളുള്ള നേതാവ്, ആ സംഘടനയുടെ തലപ്പത്തുള്ള മറ്റു നേതാക്കൾക്ക് ഇയാളെക്കുറിച്ച് അറിയാവുന്ന നേതാവ്, ഇതേപോലെ നേരത്തെ സമൂഹ മാധ്യമങ്ങളിൽ പെൺകുട്ടികളെ ബുദ്ധിമുട്ടിച്ചു, അതല്ലെങ്കിൽ ശാരീരികമായി ഉപദ്രവിച്ചു, പീഡനം നടത്തി തുടങ്ങിയ വാർത്തകളിലൂടെ സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്ന നേതാവ്. ഇത്തരം വിശേഷണങ്ങൾ മാത്രമേ റിനി പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ, ശരിയല്ലേ? അതെ, തൽക്കാലം അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, റിനി ഈ കാര്യങ്ങളൊക്കെ റിനിയുടെ വീട്ടിൽ അറിയിച്ചിട്ടുണ്ടോ? റിനി ഇപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ, തുറന്ന മാധ്യമങ്ങളോട് പറയുന്ന കാര്യങ്ങളൊക്കെ വീട്ടിൽ അറിയിച്ചപ്പോൾ വീട്ടിൽ നിന്നുള്ള പ്രതികരണം എന്തായിരുന്നു? സുഹൃത്തുക്കളുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം എന്തായിരുന്നു? മറ്റ് ഇങ്ങനെ തുറന്നു പറയാൻ പോകുന്നു എന്നുള്ള വിവരം റിനു അത്രമേൽ സ്നേഹിക്കുന്ന ഈ സംഘടനയുടെ മറ്റു നേതാക്കളെ ആരെങ്കിലും അറിയിച്ചിട്ടുണ്ടോ റിനി? ഞാൻ വീട്ടിൽ ഇതിനെക്കുറിച്ചൊക്കെ എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ വീട്ടിൽ സംസാരിക്കും. അങ്ങനെ രഹസ്യങ്ങളൊന്നുമില്ല, എല്ലാ കാര്യങ്ങളും സംസാരിക്കും. പിന്നെ തുറന്നു പറയുന്ന വെച്ചാൽ എല്ലാവർക്കും അതിൻ്റെ ഒരു ടെൻഷനുണ്ട് തീർച്ചയായിട്ടും. പക്ഷെ ഞാനും അങ്ങനെ ചിന്തിച്ചിരുന്നു, ഇത് വേണോ? കാരണം എനിക്ക് വ്യക്തിപരമായിട്ടുള്ള ഒരു പ്രശ്നമല്ല ഇത്. ബേസിക്കലി എനിക്കത് ഇഗ്നോർ ചെയ്യാവുന്ന വിഷയമേ ഉള്ളൂ. പക്ഷെ ഞാനതൊരു സാമൂഹ്യ പ്രതിബദ്ധത എന്ന രീതിയിൽ ഒരാൾ പോലും ഇത് പറയുന്നില്ല. ആ വ്യക്തി എൻ്റെ അടുത്ത് പറയുകയും ചെയ്തു, സ്ത്രീ പീഡകരായ രാഷ്ട്രീയക്കാർക്ക് എന്തു സംഭവിച്ചു, സുഖമായിട്ട് അവരത് ഇരിക്കുവല്ലേ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ എനിക്കതൊരു വലിയൊരു വേദന ഉണ്ടാക്കി. നമ്മുടെ സമൂഹത്തിന്റെ പോക്ക് എങ്ങോട്ടാണ്? നമ്മൾ ഇത്തരത്തിലുള്ള ആൾക്കാരെ വിജയിപ്പിച്ചും ഓരോ നിലകളിലൊക്കെ എത്തിച്ചതിന് ശേഷം സ്ത്രീകളുടെ കൂടി പങ്കാളിത്തത്തിലൊക്കെ വന്നതിന് ശേഷം ഇങ്ങനെയൊക്കെ ആണല്ലോ എന്നെ വേദനിപ്പിച്ചു. അതുകൊണ്ട് മാത്രമാണ് ഞാൻ പറഞ്ഞല്ലോ, വ്യക്തിപരമായിട്ട് എനിക്ക് ഒരു വിഷയവും ഈ കാര്യത്തിലില്ല. കാരണം എനിക്ക് ചില അശ്ലീല സന്ദേശങ്ങൾ അയച്ചു എന്നുള്ളത് കൊണ്ട് ഞാൻ എന്തിനു വിഷമിക്കണം, ഞാനത് ബ്ലോക്ക് ചെയ്താൽ മതി. പക്ഷെ ഇത് എല്ലാവരോടും ഇങ്ങനെയാണ്, എല്ലാ ആൾക്കാരോടും ഇങ്ങനെ ആകുമ്പോൾ അത് ഒരു രാഷ്ട്രീയ നേതാവിന് ചേർന്നതല്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇത് ഞാൻ സംസാരിക്കുന്നത്. ഞാൻ അങ്ങനെ നമ്മളാ ഫോറങ്ങളിലൊക്കെ സംസാരിച്ചുകൊണ്ട് പിന്നെ അയാളുടെ ഭാഗത്തുനിന്നൊരു ചോദ്യം ചോദിക്കട്ടെ. കാരണം അയാൾ ഇതൊരു പ്രണയത്തിനുള്ള ഒരു ഭാഷയായിട്ട് ഉപയോഗിക്കുകയായിരുന്നെങ്കിലോ? അയാൾ പ്രണയത്തിൽ തൽപരനാണ്, പ്രണയം കുറ്റകൃത്യമൊന്നുമല്ലല്ലോ. അപ്പോൾ അയാൾ താങ്കളുടെ ഒരു പ്രണയാഭ്യർത്ഥന നടത്തുകയായിരുന്നു എന്നതാണ് അയാൾ പറയുന്നതെങ്കിലോ? അയാളുടെ ഭാഷ്യം അതാണെങ്കിലോ? അല്ല, പ്രണയാഭ്യർത്ഥനയൊക്കെ നടത്തിയിട്ടുണ്ട്. പ്രണയാഭ്യർത്ഥന നടത്തിയെന്നുള്ള ആ ലാഞ്ചനയോടെ അങ്ങനെ ഞാൻ നിന്നെ പ്രണയിക്കുന്നു അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അതൊക്കെ സത്യമാണ്. പക്ഷെ ചില ലാഞ്ചനയോടെ ആദ്യം തുടക്ക നാളുകളിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ചില ലാഞ്ചനകൾ അത്തരം രീതിയിലൊക്കെ പറഞ്ഞിട്ടുമുണ്ട്. പക്ഷെ എനിക്കത് ഫേക്ക് ആണെന്നുള്ളൊരു ബോധ്യം കൃത്യമായിട്ടുണ്ടായി. പല പെൺകുട്ടികൾക്കും അത് മനസ്സിലായില്ല, പക്ഷെ എനിക്കത് മനസ്സിലായി.
കാരണം ആദ്യം തന്നെ നേരിട്ട് കാണാതെ തന്നെ 5 സ്റ്റാർ ഹോട്ടലിലേക്ക് വരൂ എന്നുള്ള രീതിയിലൊക്കെ ഒരു സംഭാഷണം ഉണ്ടായി. അപ്പൊ അതിനെ ഞാൻ നേരിട്ടൊരു ഉളുപ്പുമില്ലാതെ ഒരു പെൺകുട്ടിയോട് സൗഹൃദത്തിലായി കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നമുക്ക് ഹോട്ടലിൽ വെച്ച് കാണാം എന്ന് പറയുകയായിരുന്നു ഇയാൾ. ഒരു നിമിഷം ഇതൊന്ന് വെച്ചു തരും. റിനി കേൾക്കാമോ? കേൾക്കാം, ഒരു സെക്കൻഡ്. ഓക്കെ, റിനി ആൻഡ് ജോർജ് ആണ് കാര്യങ്ങൾ. അതാണ് എന്നെ ഏറ്റവും വലിയ രീതിയിൽ ഷോക്ക് ചെയ്തത്. അതായത് എക്സാക്ട്ലി അങ്ങനെ തന്നെയാണോ ചോദിച്ചത്? നേരിട്ട് സൗഹൃദത്തിലായി റിനി ഇത് പ്രതീക്ഷിക്കുന്നില്ല, അത്തരമൊരു നേതാവിൽ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല. അന്ന് അയാൾ ആ യുവജന സംഘടനയുടെ തലപ്പത്തേക്ക് വരുന്ന സമയമാണ്. ആ സമയത്ത് അത്രയും ഹൈ പ്രൊഫൈലിൽ നിൽക്കുകയാണ്. ആ സമയത്ത് സ്ട്രെയിറ്റ് ആയിട്ടൊരു ചോദ്യമാണോ റിനി ചോദിച്ചത്? നേരിട്ട് ചോദിച്ചു, നേരിട്ട് കണ്ടിട്ട് പോലുമില്ല. സോഷ്യൽ മീഡിയയിലൂടെ സംഭാഷണങ്ങളിലൂടെ ഇത്തരത്തിൽ ചോദിക്കായിരുന്നു. ഇത് ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു എനിക്ക്. 1-2 പ്രാവശ്യമൊക്കെ കണ്ടതിന് ശേഷം ചിലപ്പോൾ ഇങ്ങനെ ചോദിച്ചാൽ അത് ഇഷ്ടമാകുമെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. ചിലപ്പോൾ ഞാനത് കാര്യമാക്കിയെന്ന് വരില്ലായിരുന്നു. പക്ഷെ ഇത് നേരിട്ട് കണ്ടിട്ട് പോലുമില്ല. ഞാൻ ആരാണ് എന്താണെന്ന് പോലും അറിയില്ല. അതായത് നിങ്ങൾ നേരിട്ട് കണ്ടിട്ടില്ല, ആ രീതിയിൽ നിങ്ങൾ സുഹൃത്തുക്കളുമല്ല. നിങ്ങൾ ഒരുമിച്ച് ചായ കുടിക്കാൻ പോവുകയോ ഒരുമിച്ചിരുന്നൊരു രാഷ്ട്രീയ വിഷയം സംസാരിക്കുകയോ ഒരുമിച്ചിരുന്നൊരു പുസ്തകം കൈമാറുകയോ ഒന്നും ചെയ്ത ആൾക്കാരല്ല. സോഷ്യൽ മീഡിയയിൽ കണ്ട് പരിചയം മാത്രമുള്ള റിനിയെ വളരെ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ ഹോട്ടലിലേക്ക് ക്ഷണിക്കുകയാണ് ഈ നേതാവ്. അതെ 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 അതെ. അതും ഇന്ന ഹോട്ടൽ എന്ന് പറഞ്ഞാണോ? നമുക്ക് ഏതെങ്കിലും 5 സ്റ്റാർ ഹോട്ടലിൽ പോകാം എന്നായിരുന്നോ ഇയാളുടെ വാഗ്ദാനം? ആദ്യം പറഞ്ഞത് ഹോട്ടലിൽ റൂം എടുക്കാന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു എന്ത് എന്ന് ചോദിച്ചു. അപ്പൊ എന്നോട് പറഞ്ഞു ഞാൻ 5 സ്റ്റാർ ഹോട്ടലിൽ എടുക്കുമെന്ന് പറഞ്ഞു. ഓ, ഇത് എന്നിട്ട് രാഷ്ട്രീയം സംസാരിക്കാനാണ് അങ്ങനെ എന്തെങ്കിലും ഇയാൾ പറയുന്നുണ്ടോ? ഇത് തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നു അല്ലെങ്കിൽ ഇത് റിനിക്ക് താല്പര്യമില്ല എന്ന് കാണുന്ന സമയത്ത് മറ്റേതെങ്കിലും രീതിയിൽ അത് വഴിതിരിച്ചു വിടുന്നുണ്ടോ? ഇല്ല, അത് ഞാൻ ഒത്തിരി ഞാൻ അതിനെക്കുറിച്ച് ഇരിക്കുന്നില്ല. ഓക്കെ, അത് ഞാൻ നല്ലപോലെ ഫയർ ചെയ്തായിരുന്നു. ഫയർ ചെയ്തതിന് ശേഷം പിന്നീട് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല കുറച്ചു നാളത്തേക്ക്. പിന്നീട് വീണ്ടും അത്തരത്തിലുള്ള ചില 5 സ്റ്റാർ ഹോട്ടലിൽ നിങ്ങൾക്കൊരു ലഞ്ച് തരാനോ ഡിന്നർ തരാനോ ഒക്കെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നതെങ്കിലോ? ഇല്ല, ആ അർത്ഥത്തിലല്ലായിരുന്നു. നമുക്ക് ചില മെമ്മറീസ് ഒക്കെ വേണ്ടേ, നമുക്ക് ചില സ്വകാര്യ നിമിഷങ്ങളൊക്കെ വേണ്ടേ എന്നുള്ള രീതിയിലുള്ള സംസാരങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ എനിക്കത് കറക്റ്റ് മനസ്സിലായി. അതുകൊണ്ടാണ് അതറിയാലോ, അത് നമുക്ക് മനസ്സിലാവുമല്ലോ ഏത് രീതിയിലാണ് ഒരു പുരുഷൻ അങ്ങനെ സംസാരിക്കുമ്പോൾ ഒരു സ്ത്രീക്ക് അത് മനസ്സിലാവും അത് ഏത് രീതിയിലാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. റിനി ഇപ്പോൾ ഈ വെളിപ്പെടുത്തി, അപ്പൊ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഏറെക്കുറെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് ഇത് ആരാണെന്ന് ഏകദേശം ബോധ്യമായിട്ടുണ്ടാവും. പക്ഷേ റിനി ആ പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്നത് കൊണ്ട് മാത്രം ആ പേര് പറയുന്നില്ല. പക്ഷേ അയാൾ ഒരു നിമിഷം പോലും MLA എന്ന സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല എന്നത് റിനിക്ക് ഉറപ്പാണ്. ഒന്നിനും യോഗ്യനല്ല, രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കാൻ പോലും യോഗ്യനല്ല. റൈറ്റ്, ഓക്കെ റിനി, എന്തായാലും ഈ വെളിപ്പെടുത്തൽ റിനി നടത്തിയത് ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, അത് ധീരമായൊരു കാര്യമാണ്. പക്ഷെ അപ്പോഴും പേര് പറയുന്നില്ല എന്നുള്ളതിൽ പലതരത്തിലുള്ള പ്രതികരണങ്ങളുണ്ട്. കാരണം ഇത്രയും പറയുമ്പോൾ DYFI നേതാക്കളെയും യുവമോർച്ച നേതാക്കളെയും യൂത്ത് കോൺഗ്രസിലെ മറ്റ് നേതാക്കളെയും യൂത്ത് ലീഗിലെ മറ്റ് നേതാക്കളെയും ഒക്കെ നിങ്ങൾ പ്രതിക്കൂട്ടിലാക്കുകയല്ലേ എന്ന തരത്തിലുള്ള ചില മെസ്സേജുകൾ വരുന്നുണ്ട്. നമ്മൾ അവരോട് എന്ത് മറുപടിയാണ് പറയുക റിനി? അത് തീർച്ചയായിട്ടും ഈ രീതിയിലാണ് മുന്നോട്ട് പോകണമെങ്കിൽ നമ്മളത് ആലോചിച്ച് തീരുമാനിക്കും എങ്ങനെയാണെന്നുള്ളത്. ഇപ്പൊ എന്തായാലും ഞാൻ ആ പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്നത് കൊണ്ടും അതിലെ ചില നേതാക്കന്മാര് വളരെ സ്നേഹവും എന്റെ സ്നേഹത്തിലുള്ള ഞാൻ ആരോടും അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ പുറത്ത് പറയുന്നു പറഞ്ഞിട്ടില്ല. ഞാൻ ആ വ്യക്തിയുടെ അടുത്ത് പറഞ്ഞായിരുന്നു ഞാനിത് പറഞ്ഞു കൊടുക്കുമെന്ന്. അപ്പൊ പുള്ളി പറഞ്ഞു പോയി പറഞ്ഞോളൂ, ഒരു വിഷയമില്ല എന്ന് പറഞ്ഞു. ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു അഭിമുഖത്തിൽ പറയുന്നത് മുഖമില്ലാത്ത മനുഷ്യരുടെ ആരോപണങ്ങൾ ഹൂ കേസ് എന്നാണ്. മുഖമില്ലാതെ മറഞ്ഞിരിക്കുന്നവരുടെ ആരോപണങ്ങൾ ഹൂ കേസ് എന്നുള്ളതാണ്. റിനി ആൻഡ് ജോർജ്, ഹൂ കെയേഴ്സ് തന്നെയാണല്ലോ, അത് തന്നെയാണല്ലോ ആറ്റിറ്റ്യൂഡ്. റൈറ്റ്, ഓക്കെ, താങ്ക് യു റിനി ആൻഡ് ജോർജ്. എനിക്ക് തോന്നുന്നു ഞാൻ റിനിയെ ബുദ്ധിമുട്ടിച്ചെങ്കിൽ പോലും ഒരു ലാർജ് കേഴ്സനാണ് എന്നുള്ളത് സദയം ക്ഷമിക്കുക. കാരണം ഇത് റിനി തുറന്നു പറയാൻ കാണിച്ച ആ ധൈര്യത്തെ ഒരിക്കൽ കൂടി അഭിനന്ദിക്കുന്നു.
റിനിക്ക് എപ്പോൾ വേണമെങ്കിലും ഈ കാര്യങ്ങളൊക്കെ തുറന്ന് സമൂഹ മാധ്യമങ്ങളിൽ പറയാം. ഞാൻ പറയുന്നത് ഇത് സമൂഹം കൂടി ഇതിനെക്കുറിച്ച് ചിന്തിക്കണം. അതായത് സ്ത്രീപീഡകരായിട്ടുള്ള പ്രമാദമായ കേസുകളിൽ പെടുന്ന ഇത്തരത്തിലുള്ള നേതാക്കന്മാരെ ജയിപ്പിച്ചു വിടുമ്പോൾ സ്ത്രീകളെങ്കിലും ഒന്ന് ആലോചിക്കണം. എത്ര ആരോപണങ്ങൾ നേരിട്ട് എത്രയോ പേര് സ്ത്രീകളടക്കം വോട്ട് ചെയ്ത് ജയിപ്പിച്ചു വിടുകയല്ലേ? അതാണ് എന്റെ ക്വസ്റ്റ്യൻ. റിനി നേരത്തെ അഭിമുഖത്തിൽ പറഞ്ഞു ഈ പാർട്ടിയിലെ ചില നേതാക്കളുടെ കുടുംബത്തിൽപ്പെട്ടവർക്കും ദുരനുഭവം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും റിനി കേട്ടിട്ടുണ്ടോ? ഞാൻ അങ്ങനെ കേട്ടു, ചില വ്യക്തമായ ഇതോടുകൂടി ഞാൻ കേട്ടു. ചിലരുടെ ഭാര്യമാർക്കും മക്കൾക്കും ഒക്കെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിട്ടിട്ടുണ്ട് എന്നുള്ളത്. പക്ഷെ അതാണ് എന്റെ ചോദ്യവും. കാരണം സ്വന്തം മകളെയും ഭാര്യയെ സംരക്ഷിക്കാൻ പറ്റാത്തവര് എന്താണ് ഈ രാഷ്ട്രീയം കൊണ്ട് ഏതെങ്കിലും അത് സുഹൃത്തുക്കൾ വഴി പറഞ്ഞറിവാണോ, നേരിട്ട് റിനിക്ക് ബോധ്യമായ കാര്യമാണോ? എനിക്ക് ആ കാര്യത്തിൽ നേരിട്ട് ചില ബോധ്യങ്ങളുണ്ട് തീർച്ചയായിട്ടും. ഇപ്പോൾ പ്രായഭേദമന്യേ ഇപ്പോൾ ജീവനോടെ ഇല്ലാത്ത ഒരു നേതാവിന്റെ അഥവാ മരിച്ചുപോയൊരു നേതാവിന്റെ കുടുംബത്തിലാണോ ഇത് സംഭവിച്ചത്? അതിനെക്കുറിച്ച് ഞാൻ അങ്ങനെ പറയുന്നില്ല. അതിനെക്കുറിച്ച് ഇതായിട്ട് ഞാൻ പറയുന്നില്ല എന്താണെന്നുള്ളത്. പക്ഷെ അവർ റിനിയുടെ കാര്യം സൂചിപ്പിച്ചു, ആരുടെയും. അതെ അതെ അതെ, എനിക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ പ്രതികരിക്കുന്നത്. ഞാൻ ഇത്രയും വിചാരിച്ചിരുന്നില്ല, ഞാനതൊരു ഇത്രയും വലിയ പ്രശ്നമാണെന്ന് കരുതിയിരുന്നില്ല എന്നുള്ളതാണ്. പ്രതിപക്ഷ നേതാവിനോട് നമ്മൾ ഈ കാര്യം സൂചിപ്പിക്കുമ്പോൾ കൃത്യമായി യുവ നേതാവിന്റെ പേര് റിനി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനോട് പറഞ്ഞിരുന്നില്ലേ? അതോ ഇപ്പോൾ എന്നോട് സംസാരിക്കുന്നത് പോലെ ഒരു യുവ നേതാവ് എന്ന അർത്ഥത്തിൽ മാത്രമായിരുന്നു ഈ നേതാവിന്റെ പേര് പ്രതിപക്ഷ നേതാവിനോട് കൃത്യമായി തന്നെ പറഞ്ഞിരുന്നില്ലേ റിനി? ഞാൻ പബ്ലിക്കായിട്ട് പറയുന്നത് പോലെയല്ലല്ലോ. നമ്മുടെ സൗഹൃദത്തിലുള്ള എല്ലാവരുടെ അടുത്തും നമ്മൾ കൃത്യമായിട്ട് അത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ പറയുമല്ലോ. അതിന്റെ ആളെന്നുള്ളതല്ല, അങ്ങനെയാണല്ലോ. പക്ഷെ നമ്മൾ പബ്ലിക്കായിട്ട് പറയുന്ന കാര്യത്തിലാണ് നമ്മളൊന്ന് ആലോചിച്ച് പറയേണ്ടി വരും. നമ്മുടെ സൗഹൃദത്തിലുള്ളവരോട് അങ്ങനെ ആ യുവ നേതാവ് ഈ യുവ നേതാവ് എന്ന് പറഞ്ഞിട്ടായിരിക്കില്ലല്ലോ നമ്മൾ നമ്മുടെ ഒരു അല്ല, അത് എവിടെയൊക്കെയാണോ സംസാരിച്ചിട്ടുള്ളത് അവിടെയൊക്കെ. താങ്ക് യു റിനി ആൻഡ് ജോർജ് പ്രതികരിച്ചതിന്. ഇത് ഒരു പ്രചോദനമാകണം. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഒരു വേട്ടക്കാരനായ ഒരു ജനപ്രതിനിധിയായ ഹൂ കെയ്സ് എന്ന ആറ്റിറ്റ്യൂഡുള്ള ഉപതെരഞ്ഞെടുപ്പിൽ അടുത്ത കാലത്ത് ജയിച്ചു വന്ന ഏതെങ്കിലും ഒരു MLA അങ്ങനെ ഏതെങ്കിലും പെൺകുട്ടികളോട് മോശമായി പെരുമാറുന്നുണ്ടെങ്കിൽ അക്കാര്യങ്ങളൊക്കെ തുറന്നു പുറത്തു വരണം. ജനാധിപത്യത്തിൽ റീലെടുത്ത് കളിക്കുക മാത്രമല്ല, റിയാലിറ്റിയിൽ നീതിബോധത്തോട് ചേർന്ന് നിൽക്കുകയാണ്. റിനിക്ക് എന്തെങ്കിലും അവസാനമായി പറയാനുണ്ടോ? ഒരു കാര്യം കൂടി, നമ്മൾ ഈ തത്സമയം ഏറെ നേരമായി ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് ഏറെക്കുറെ കാര്യങ്ങൾ ബോധ്യമായിട്ടുണ്ടാവും. ഒരു ഫൈനൽ വേർഡ് എന്ന നിലയിൽ റിനിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ, റിനി ആൻഡ് ജോർജ്? എനിക്ക് പറയാനുള്ളത്, നമ്മുടെ വോട്ടവകാശം വിനിയോഗിക്കുമ്പോൾ അത് യഥാർത്ഥത്തിൽ അതിന് യോഗ്യനാണോ എന്നുള്ളത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം എന്നുള്ളതാണ്. വെറുതെ എന്തെങ്കിലും റീൽസും കാര്യങ്ങളും കണ്ടിട്ട് ഒരു കാര്യവുമില്ല. ആ ഒരു ഫേക്ക് പേഴ്സണാലിറ്റീസിനെ വോട്ട് ചെയ്തിട്ട് കാര്യമില്ല. പ്രത്യേകിച്ച് സ്ത്രീകളോടാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ സ്ത്രീകൾ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. ദിവസം പ്രതി ഓരോ പെൺകുട്ടികളും ആത്മഹത്യ ചെയ്യുകയും മരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ സ്ത്രീകളുടെ പ്രശ്നം പരിഹരിക്കണമെങ്കിൽ ഇത്തരം സ്ത്രീപീഡകരായവർ ഇത്തരം സ്ഥാനങ്ങളിൽ ഇരിക്കുമ്പോൾ പിന്നെ ആരാണ് ഇത് പരിഹരിക്കുക? ഒരാളും പരിഹരിക്കില്ല. നമ്മുടെ ഒരു പ്രശ്നങ്ങൾ പോലും ഇവിടെ പരിഹരിക്കപ്പെടില്ല. അപ്പൊ നമ്മൾ അറ്റ്ലീസ്റ്റ് സ്ത്രീകളെങ്കിലും ഇത് ഒന്നിച്ചു നിന്നുകൊണ്ട്, കാരണം പോപ്പുലേഷനിലും സ്ത്രീകൾ വളരെ ഉയരത്തിലാണ്, എന്നിട്ടും നമ്മുടെ വോട്ടവകാശം കൃത്യമായിട്ട് വിനിയോഗിക്കാൻ സ്ത്രീകൾക്ക് പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. വെറുതെ നമ്മൾ സീരിയലും ലിപ്സ്റ്റിക്കും ഫേഷ്യലും ആലോചിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. നമ്മൾ കൃത്യമായ രാഷ്ട്രീയ അവബോധം ഉണ്ടാവുകയും ഇത്തരത്തിലുള്ള ഫേക്ക് പേഴ്സണാലിറ്റീസിന് വോട്ട് ചെയ്യുകയും ചെയ്യരുത്. നമ്മൾ ആ രീതിയിൽ തന്നെ ശക്തമായി സ്ത്രീകൾ ഒന്നിച്ച് സ്ത്രീകളുടെ പ്രശ്നത്തില് സ്ത്രീകൾ പുറത്തേക്ക് വരണം എന്നുള്ളതാണ്. ഞാൻ ഒരാൾ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിനപ്പുറം പ്രശ്നങ്ങൾ നേരിട്ടവരുണ്ടെങ്കിൽ ഷെയ്മിങ് എന്ന് നിങ്ങൾ ആലോചിക്കരുത്. നിങ്ങളല്ല തെറ്റ് ചെയ്തിരിക്കുന്നത്, വേട്ടക്കാരനാണ് തെറ്റ് ചെയ്തിരിക്കുന്നത്. അയാളാണ് മിടുക്കൻ എന്ന തരത്തിൽ സമൂഹം പറയും. പക്ഷെ അങ്ങനെയല്ല. നമ്മൾ നേരിട്ടിട്ടുള്ള പ്രശ്നങ്ങൾ സമൂഹത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട, ആരെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല. ഷെയ്മിങ് എന്നുള്ള കാര്യത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട, തുറന്ന് പറയണം എന്നുള്ളതാണ്. എനിക്ക് ചെറിയ പ്രശ്നങ്ങളെ ഉണ്ടായിട്ടുള്ളൂ. വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും തീർച്ചയായിട്ടും അത് എക്സ്പോസ് ചെയ്യപ്പെടണം. ഇത്തരത്തിലുള്ള ആൾക്കാരെ വലിച്ചു കീറേണ്ടത് ഒരു സമൂഹത്തിന്റെ ഉത്തരവാദിത്വമാണ്, അതെന്റെ മാത്രം ഉത്തരവാദിത്വമല്ല. താങ്ക് യു റിനി. ഇത്തരം വ്യാജ നേതാക്കളെ സമൂഹം തിരിച്ചറിയട്ടെ എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. താങ്ക് യു റിനി ആൻഡ് ജോർജ്.